കൂടുതൽ മുഖവരകളില്ലാതെ ദൈവവചനം ധ്യാനിപ്പാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മളിന്ന് വായിച്ചത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ 30 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥനയോടെ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 30 മുതൽ. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചുപോയി. ആ വഴിയായി യദൃച്ഛിയ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമരിയാക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ തന്നെയെന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, നല്ല ദൈവമേ, ഞങ്ങളെ സൗഖ്യമാക്കുന്ന, ഞങ്ങളെ സമാധാനപ്പെടുത്തുന്ന, ഞങ്ങളെ വെല്ലുവിളിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന, ഞങ്ങളുടെ ഏകാന്തതകളിൽ ഞങ്ങൾക്ക് സഖിത്വം നൽകുന്ന, ദിശയറിയാതെ ഉഴലുമ്പോൾ പോകേണ്ടുന്ന വഴി കാണിക്കുന്ന നിൻ്റെ സത്യവചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് നിൻ്റെ വചനത്തിൻ്റെ സ്വസ്ഥതയും സൗഖ്യവും അനുഭവിപ്പാൻ ചേർന്നു വരുമ്പോൾ നിൻ്റെ വചനത്തിനായുള്ള ദാഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. എത്ര കുടിച്ചാലും മതി വരാതെ, എത്ര ഭക്ഷിച്ചാലും തൃപ്തി വരാതെ ആർത്തിയോടെ നിൻ്റെ വചനം ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. പ്രിയ കർത്താവേ, ഞങ്ങൾക്കിന്ന് നേതൃത്വം നൽകുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട തിരുമേനിക്കായും പ്രിയപ്പെട്ട ബിബിനച്ചനായും കൺവെൻഷൻ്റെ ചുമതലക്കാർക്കായും പ്രിയപ്പെട്ട അച്ഛന്മാർക്കായും ഗായക സംഘാംഗങ്ങൾക്കായും ദൈവജനത്തിനായും ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിൻ്റെ വചനം ധ്യാനിക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹവും തിരുനാമത്തിന് പ്രസാദകരവും ദേശത്തിന് അനുഗ്രഹകരവുമായിരിക്കാൻ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. 29, 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ ഇത് നല്ല ശമരിയാക്കാരൻ്റെ ഉപമ അല്ലെങ്കിൽ കഥ. എന്നാൽ ഇതൊരു ചോദ്യത്തിന് ഉള്ള പ്രതികരണമായി, മറുപടിയായി യേശു പറയുന്നതാണ്. ന്യായപ്രമാണത്തിൽ നല്ല ഗ്രാഹ്യമുള്ള ഒരു മനുഷ്യൻ യേശുവിനോട് വന്ന് ചോദിക്കുന്നു, എനിക്ക് നിത്യ ജീവൻ വേണം. തീർച്ചയായും അതൊരു നല്ല ആഗ്രഹമാണ്. ഞാൻ അതിനെന്ത് ചെയ്യണം? ന്യായപ്രമാണത്തിൽ നല്ല അവഗാഹമുള്ള ഈ മനുഷ്യൻ എന്തുകൊണ്ടായിരിക്കും യേശുവിനോട് അങ്ങനൊരു ചോദ്യം ചോദിച്ചത്? യേശു അവനോട് തന്നെ ചോദിക്കുന്നു, ന്യായപ്രമാണത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? പുള്ളിക്ക് ഒരു സംശയവും ഇല്ല. പുള്ളി പറഞ്ഞു, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം, നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ 22-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ
ഇതിനൊരല്പം ഒരല്പം കൂടെ ആഴവും വ്യക്തതയും അവിടെ കാണുന്നുണ്ട്. അവിടെ ഒരാൾ വന്ന് യേശുവിനോട് ചോദിക്കുന്നു, എന്താണ് ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന? ചെറുതെല്ലാം പുള്ളി അനുസരിച്ച് കഴിഞ്ഞ്, ഇനി വലുതേതാന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഉടനെ യേശു പറഞ്ഞു, ഒരു സംശയവും വേണ്ട, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് ഒന്നാമത്തേതും ഏറ്റവും വലുതുമായ കൽപ്പന. അവിടം കൊണ്ട് നിർത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം പുള്ളിക്ക് എന്തറിഞ്ഞാൽ മതി? ഏറ്റവും വലുതെന്താണെന്ന് അറിഞ്ഞാൽ മതി. ചെറുതൊന്നും അറിയാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, വലുതറിഞ്ഞാൽ മതി. എന്നാൽ യേശു നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒന്നാമത്തേതും വലിയതുമായ കൽപ്പന ദൈവത്തെ സ്നേഹിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. രണ്ടാമത്തേത് ഇതിനോട് സമം. അങ്ങനെ ഒരു ചാട്ടുളി പ്രയോഗം ഒരുപക്ഷെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലോ മറ്റ് വേദഭാഗങ്ങളും കർത്താവ് നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഏറ്റവും വലുത് ദൈവത്തെ സ്നേഹിക്കുന്നത് തന്നെയാണ്. രണ്ടാമത്തേത് ഇതിനോട് സമം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നത് സമം അയൽക്കാരനെ സ്നേഹിക്കും. നമ്മൾ വിശുദ്ധ കുർബാന ശുശ്രൂഷയൊക്കെ പങ്കെടുക്കുമ്പോൾ വിശുദ്ധ കുർബാന കൈക്കൊണ്ടതിന് ശേഷം അതാത് സ്ഥാനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അതങ്ങനെ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല, സാധ്യത വളരെ കുറവാണ്. വൈദികനും വിശുദ്ധ കുർബാന ശുശ്രൂഷയൊക്കെ അർപ്പിച്ചിട്ട് ഒരു പ്രാർത്ഥന ഉണ്ട്, അത് ചൊല്ലിയാണ് ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത്. അതിങ്ങനെയാണ്: കർത്താവേ, നിൻ്റെ ദൈവമായ കർത്താവിനെ നിന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിപ്പാനും എൻ്റെ അയൽക്കാരനെ എന്നെപ്പോലെ തന്നെ സ്നേഹിപ്പാനും നീ എനിക്ക് കൃപ തരണം. അപ്പോൾ ഇത് വേദപുസ്തകത്തിൻ്റെ ഒരു പൊതു ശക്തീകരണമാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് സഹോദരനെ, അയൽക്കാരനെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. യേശു ഇത് പറഞ്ഞിട്ട് ഉടനെ നമ്മളതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് ഈ ന്യായശാസ്ത്രി യേശുവിനോട് ചോദിക്കുക, എനിക്ക് സ്നേഹിക്കണമെന്നുണ്ട് കൂട്ടുകാരനെ, പക്ഷെ ആരാ കൂട്ടുകാരനെന്ന് അറിയില്ല. അറിഞ്ഞാൽ ഞാൻ അങ്ങ് സ്നേഹിച്ചിപ്പോൾ അങ്ങ് തകർത്തേനെ, പക്ഷെ ആരാന്നറിയത്തില്ല. അതൊന്നും പറഞ്ഞു തരാമോ? ആരാണ് എൻ്റെ കൂട്ടുകാരൻ? അപ്പോൾ യേശു ഒരു കഥ പറയും. ഒരു മനുഷ്യൻ എങ്ങോട്ട് പോവുകയാണ്? അവിടെ പറഞ്ഞിട്ടുണ്ട്, യെരുശലേമിൽ നിന്ന്. അത് ആൽബർട്ട് ഐൻസ്റ്റൈൻ പോയതുപോലെയല്ല, പുള്ളിക്ക് കൃത്യമായിട്ടറിയാം. യെരുശലേമിൽ നിന്നും യെരിഹോവിലോട്ട് പോകും. ഇതറിയാത്തവരാരും ഇവിടെയില്ല. പോകുമ്പോൾ ആരുടെ കയ്യിലകപ്പെട്ടു? കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അവരവനെ ശരിക്ക് കൈകാര്യം ചെയ്തു. കയ്യിലിരുന്നതെല്ലാം പിടിച്ചുകൊണ്ടുപോയി. അവിടെ ഏതാണ്ട് ചത്തതുപോലാണ് റോഡിലിട്ടിട്ട് പോയി. അതുവഴി 2 പേര് പോയി. ഒരു പുരോഹിതനും പോയി, ഒരു ലേവ്യനും പോയി. അവരവനെ കണ്ടിട്ടും കാണാതെ പോയി. അത് കഴിഞ്ഞ് ഒരു ശമരിയാക്കാരൻ വന്നു. പുള്ളി അടുത്തു ചെന്നു, മുറിവൊക്കെ വെച്ച് കെട്ടി, എണ്ണയും വീഞ്ഞും പകർന്നു, പുള്ളിയുടെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ആ രാത്രി മുഴുവൻ അവൻ്റെ കൂടെ താമസിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം പോകാൻ നേരത്ത് പറഞ്ഞു, ഇത്രയൊക്കെ ചിലവായല്ലോ, ഇനിയും ചിലപ്പോൾ പണം ചിലവായെന്ന് വരാം, ഏതായാലും ഉടനെ ഇവിടുന്ന് ഇയാളെ വിടണ്ട, കാരണം അർദ്ധപ്രാണനാണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ കൂടുതൽ പൈസ വല്ലതും വന്നാൽ ഞാനത് തന്നോളാം. എന്നിട്ട് യേശു ചോദിക്കുന്നു, ഈ മൂവരിൽ ആരാണ് ആ അർദ്ധപ്രാണനായ അപകടത്തിൽപ്പെട്ട മനുഷ്യന് യഥാർത്ഥത്തിൽ കൂട്ടുകാരനായ? പുള്ളിക്ക് ഒരു സംശയവുമില്ല, അവനോട് കരുണ കാണിച്ചവൻ തന്നെ. യേശു എന്നിട്ട് പറഞ്ഞു, നീയും പോയി അങ്ങനെ തന്നെ. പിന്നെ പുള്ളിയെക്കുറിച്ച് ഒരു വിവരവും അങ്ങനെ ചെയ്തോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഈ ഉപമയെ
രണ്ട് വ്യത്യസ്തമായ ലെൻസിലൂടെ, രണ്ട് വ്യത്യസ്തമായ പേഴ്സ്പെക്റ്റീവിൽ, കാഴ്ചപ്പാടിൽ കാണണമെന്നാണ് ഈ രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് രണ്ടും നമ്മളങ്ങനെ സാധാരണ ശീലിച്ചിട്ടുള്ള ഒരു വായനാ സമ്പ്രദായമോ വിശകലന രീതിയോ അല്ല. ആദ്യത്തേത്, നമുക്ക് വേണമെങ്കിൽ ഈ ശമരിയാക്കാരൻ ഒരു പേര് കൊടുക്കാം, ട്രോമ സമരിട്ടൻ. കേട്ടിട്ടൊന്നും അങ്ങനെ അങ്ങോട്ട് കത്തുന്നില്ലെന്ന് എനിക്കറിയാം, കുഴപ്പമില്ല. ഈ ട്രോമ എന്ന വാക്ക് നിങ്ങളിൽ മിക്കവർക്കും പരിചയമുണ്ട്. ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്, ട്രോമ കെയർ. ട്രൗമ എന്ന് പറയുന്നവരുമുണ്ട്, പക്ഷേ ഞാൻ തലവടിക്കാരനായതുകൊണ്ട് ട്രോമ എന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. വലിയ കൂടിയ ആക്സൻ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞോളുക. ആശുപത്രിയിലൊക്കെ ട്രോമ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്താണ് ട്രോമ അല്ലെങ്കിൽ ട്രൗമ? അപ്പോൾ അതിൻ്റെ ഒരു കണ്ണിലൂടെ ഈ ശമരിയാക്കാരൻ എന്താണ് മരണാസന്നനായ ഈ മനുഷ്യനോട് ചെയ്തതെന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. എന്താണ് ട്രോമ? ഇപ്പോൾ 2018 വെള്ളം പൊങ്ങി. അതുവരെ ഞങ്ങൾ കുട്ടനാട്ടുകാരെ എല്ലാവർക്കും പുച്ഛമായിരുന്നു. വെള്ളക്കുഴിയായിരുന്നു എന്നാണ് പറഞ്ഞത്. ദൈവം എത്ര വലിയവനാ! ഇപ്പോൾ കേരളം മുഴുവൻ ഒറ്റ കുഴിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇനി മേലാൽ ഞങ്ങളുടെ നാട്ടുകാരെ വെള്ളക്കുഴി എന്ന് പറഞ്ഞ് ഒരുത്തരും എന്തൊക്കെയായിരുന്നു റിവർ ഫ്രണ്ട്, ഇപ്പം മൊത്തത്തിൽ തീരുമാനമായി, മൊത്തത്തിൽ വെള്ളം കയറി. അപ്പോൾ 2018 വെള്ളം പൊങ്ങി, മിക്കവാറും വീടുകളിലെല്ലാം കയറി. 2019 ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും വലിയ മഴ പെയ്തപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ഭയം തോന്നി. വെള്ളം കയറിയില്ല, കഴിഞ്ഞ വർഷം കയറിയതാണ് വെള്ളം. കഴിഞ്ഞ വർഷം വെള്ളം വീട്ടിൽ കയറിയതിൻ്റെ ഓർമ്മ ഇപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇതാണ് എന്തെന്ന് പറയുന്നത് ട്രോമ. ഇനി കുറച്ചുകൂടെ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഇരിക്കുന്ന ചില സഹോദരിമാർ ചിലപ്പോൾ നമ്മൾ ചോദിക്കും, ആൻറ്റി വണ്ടി ഓടിക്കുമോ? ഇല്ല. എന്താ കാരണം? ഒരിടി ഇടിച്ചു. ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും അത് എളുപ്പത്തിൽ മനസ്സിലാവും. വണ്ടി ഓടിക്കാൻ ലൈസൻസ് കിട്ടി, പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. ലൈസൻസ് കിട്ടിയിട്ടാണല്ലോ നമ്മൾ ഓടിക്കാൻ പഠിക്കുന്നത് പലയിടത്തും. അങ്ങനെ ആദ്യമായി വണ്ടിയും കൊണ്ടിറങ്ങി ഫസ്റ്റ് ഡേ തന്നെ ഒരു തീരുമാനമായി. വണ്ടി കൊണ്ട് ഒരു മരത്തെ കൊണ്ടിടിച്ച്. ഇടിക്കുമ്പം സാധാരണ മരത്തിൽ ഇടിക്കേണ്ടല്ലോ വെച്ചാൽ തേക്കെ തന്നെയാണ് കൊണ്ട്. നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് മരം വേണമല്ലോ, അല്ല ചുമ്മാ കൊന്നയിലും തെങ്ങയിലും കൊണ്ടിടിക്കാതെ ഒറ്റ ഇടി. വണ്ടി ഒരു പരുവായി. അന്ന് വണ്ടി ഓടിയിൽ നിർത്തി ലൈസൻസ് എടുത്ത് അച്ചാൻ്റെ കൊടുത്തു. അച്ചാന് സ്തുതിയായിരിക്കട്ടെ, ഇനി എനിക്ക് വണ്ടി. എത്ര നിർബന്ധിച്ചാലും ഇനി ഒരിക്കലും അപകടം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരിക്കലൊരു അപകടം സംഭവിച്ചപ്പോൾ അതിൻ്റെ ഓർമ്മ ഇപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുകയാണ്. ഇതിൻ്റെ പേരാണ് എന്ത്? ട്രോമ എന്ന് പറയും. എനിക്കൊരാളെ അറിയാം. അദ്ദേഹം ഒരിക്കൽ വിമാനയാത്ര ചെയ്തപ്പോൾ യാത്രയിൽ ഒരു ചെറിയ അസ്വസ്ഥതയുണ്ടായി. അതിനുശേഷം അദ്ദേഹം വിമാനയാത്ര ചെയ്യില്ല. ഒരിക്കലേ സംഭവിച്ചിട്ടുള്ളൂ, ഇനി അത് ആവർത്തിക്കപ്പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഒരിക്കൽ സംഭവിച്ചതിൻ്റെ ഓർമ്മ ഇപ്പോഴും എവിടെയുണ്ട്? ശരീരത്തിലും മനസ്സിലുമുണ്ട്. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലില്ലേ, അനച്ച വെള്ളത്തിൽ ചാടിയ പൂച്ച. എൻ്റെ അമ്മ രാത്രിയിൽ കിടക്കുന്ന മുറിയുടെ വാതിൽ ചാരില്ല. കാരണം 1-2 പ്രാവശ്യം ഷുഗർ വല്ലാതെ അങ്ങ് ലോയായി.
കിടക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ പഞ്ചസാരയോ അല്ലെങ്കിൽ മിഠായിയോ ഒക്കെ കഴിച്ചിട്ടാണ് കിടക്കുന്നത്. പക്ഷേ 1-2 പ്രാവശ്യം ഷുഗർ വല്ലാതെ കുറയുകയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തതുകൊണ്ട് അതിനുശേഷം കിടക്കുന്ന മുറിയുടെ വാതിലടയ്ക്കില്ല. ഇതിൻ്റെ പേരാണെന്ത്? ട്രോമ. 1-2 പ്രാവശ്യം അബോർഷനോ മിസ്കാരിയേജ് ഉണ്ടായാൽ 3-ാമത്തെ പ്രാവശ്യം ഗർഭിണിയാകുമ്പോൾ അല്ലെങ്കിൽ കൺസീവ് ചെയ്യുമ്പോൾ ആ സ്ത്രീക്കും കുടുംബത്തിനും വല്ലാത്ത ട്രോമയാണ്. കാരണം 2 പ്രാവശ്യം എന്തായി? മിസ്കാരിയേജ് ആയി. അപ്പോൾ എന്താണ് ട്രോമ? ഒരിക്കൽ ഒരു കാര്യം സംഭവിച്ചാൽ അതിൻ്റെ ഓർമ്മയിൽ പിന്നീട് വല്ലാത്ത ഭയം നമ്മളെ വേട്ടയാടും. അത് അപകടമാവാം, പ്രിയപ്പെട്ടവരുടെ മരണമാവാം, പ്രകൃതി ദുരന്തമാവാം, എന്തുമാവാം. അപ്പോൾ ഇതിൻ്റെ പേരാണ് ട്രോമ. പ്രകൃതി ദുരന്തം, പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടുന്ന മേഖലയിലൊക്കെ ഒരപകടമുണ്ടായി കഴിയുമ്പോൾ സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്യും, ഭക്ഷണം കൊടുക്കും, ഒക്കെ ചെയ്യും. അതോടൊപ്പം ഒരു പ്രത്യേക വിഭാഗത്തെ കൂടെ അങ്ങോട്ട് അയക്കും. അവരുടെ പേര് ട്രോമ കെയർ എന്നാണ്. ഞാൻ എന്തിനാണ് ഇത് ഇത്രയും വിശദമായി പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഒരു അപകടം, ഒരു ദുരന്തം, ഒരു മരണം, ഒരു രോഗം, ഇതൊക്കെ ഒരിക്കൽ സംഭവിച്ചാൽ അതിൻ്റെ ആഘാതം മനസ്സിൽ നിന്നും മാറാതെ നിൽക്കും. എൻ്റെ അപ്പൻ മരിക്കുന്നത് വെളുപ്പിനെ 4 മണിക്കാണ്, 1990 ജൂലൈ 4. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ അമ്മ വെളുപ്പിനെ 4 മണിക്ക് ശേഷം ഉറങ്ങിയിട്ടില്ല. ആ സമയമാകുമ്പം ഞെട്ടി ഉണരും. കാരണം എന്താണ്? അതിൻ്റെ ഓർമ്മ. അപ്പോൾ ഇതിൻ്റെ പേരാണ് ട്രോമ. ഇങ്ങനെ ഒരു അനുഭവം ഈ വഴിയരികിൽ കിടക്കുന്ന മനുഷ്യനും ഉണ്ടായിട്ടുണ്ട്. ഞാനത് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അത് വിശദീകരിക്കാം. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ വഴിയരികിൽ വെച്ച് കുറച്ച് കള്ളന്മാരുടെ കയ്യിൽ ഈ മനുഷ്യൻ അകപ്പെട്ടു. കള്ളന്മാർ വരുന്നത് എന്തിനാണ്? ഹൗ ആർ യു എന്ന് ചോദിക്കാനല്ലോ ആണോ കള്ളന്മാർ വരുന്നത്? അല്ല, എന്താണോ ഈ യാത്രക്കാരൻ്റെ കയ്യിലിരിക്കുന്നത് അത് പിടുങ്ങാൻ വരുന്നതാണ്. പിടിച്ചു പറിക്കാനും തട്ടിപ്പറിക്കാനോ. അല്ലാതെ അമ്മായിക്ക് സുഖമാണോ, കുഞ്ഞമ്മയുടെ ഡയബറ്റിക് മാറിയോ, ഇതൊന്നും ചോദിക്കാനല്ല കള്ളം വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 3 കാര്യങ്ങളാണ്, അത് വളരെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഈ റോഡരികിൽ അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യന് ഒരു ട്രോമ ഉണ്ടായി? കേവലം അദ്ദേഹത്തിന് സംഭവിച്ചത് ശാരീരികമായ ആഘാതമല്ല, മാനസികമായ ആഘാതവും സംഭവിച്ചിട്ടുണ്ട്. ശാരീരികമായ ആഘാതത്തിൻ്റെ വിവരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഈ കള്ളന്മാർ എന്താണ് ചെയ്യുന്നത്? ആദ്യം ചെയ്യുന്നത്, അവിടെ അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ അവനെ വസ്ത്രമഴിച്ചു. ശരിക്കും വന്നാൽ ഈ കള്ളന്മാർ വന്നിട്ട് കയ്യിലിരിക്കുന്നത് തട്ടിപ്പറിച്ചുകൊണ്ട് അങ്ങ് പോയാൽ പോരെ. അപ്പോൾ ഈ മനുഷ്യനെ വസ്ത്രമഴിച്ചു. ഹീ വാസ് സ്ട്രിപ്റ്റ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? മുറിവേൽപ്പിക്കുന്നു. അപ്പോൾ ആദ്യം ആ മനുഷ്യനെ വിവസ്ത്രനാക്കുന്നു. ഹീ വാസ് സ്ട്രിപ്റ്റ് ഫസ്റ്റ്. അതിനുശേഷം അദ്ദേഹത്തെ നേരിട്ടങ്ങ് ആക്രമിച്ചാൽ പോരെ. ഒരു മനുഷ്യനെ ഏറ്റവും വേഗത്തിൽ കീഴ്പ്പെടുത്താനുള്ള ഒരു മാർഗമെന്നത് അദ്ദേഹത്തെ വിവസ്ത്രനാക്കുക എന്നതാണ്. ഇദ്ദേഹത്തെ വിവസ്ത്രനാക്കുന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രം മുഴുവൻ അവർ അഴിച്ചെടുക്കുന്നു. എന്നിട്ട് ശാരീരികമായി അദ്ദേഹത്തെ ആക്രമിക്കുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ അർദ്ധപ്രാണനായി റോഡിലോട്ട് വിട്ടു. ഇനി ഈ മനുഷ്യൻ്റെ ട്രോമ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അയാൾക്ക് ശാരീരികമായ ആക്രമണം നേരിട്ടു എന്ന് മാത്രമല്ല,
ഈ മനുഷ്യൻ അർത്ഥപ്രാണനായി റോഡിൽ കിടക്കുന്നത് നഗ്നനായി വിവസ്ത്രനായിട്ടാണ്. അവിടെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, കൺസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇയാൾ അങ്ങ് അട്ട ചുരുളുന്നത് പോലെ ചുരുളിയാണ് റോഡിൽ കിടക്കുന്നത്. അല്ലാതെ കേവലം മുറിവേറ്റ, ശാരീരികമായി ചില ക്ഷതം സംഭവിച്ച, ശരീരത്തിന് ചില ആഘാതം സംഭവിച്ച ഒരു ഇര മാത്രമല്ല, വിവസ്ത്രനാക്കപ്പെട്ടു, ശാരീരികമായി ആക്രമിക്കപ്പെട്ടു, അർദ്ധപ്രാണനാണ് എന്ന് പറഞ്ഞാൽ മരിച്ചതിന് തുല്യമായി അട്ട ചുരുളുന്നത് പോലെ. അവിടെ പറയുന്നു ഹി വാസ് നം ആൻഡ് കൺസ്ട്രിക്റ്റഡ്. അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വേദപുസ്തകത്തിലുള്ളതാണോ അച്ഛാ? നമുക്ക് എന്തുണ്ടെങ്കിലേ നമ്മൾ വിശ്വസിക്കൂ? വേദപുസ്തകത്തിൽ ഉണ്ടെങ്കിലേ വിശ്വസിക്കൂ. ഇനിയും ഈ വേദഭാഗത്തിൻ്റെ ഒരല്പം കൂടെ ഞാൻ ഈ പറഞ്ഞ ട്രോമ, മാനസിക ആഘാതം, എങ്ങനെയാണ് ഈ അർദ്ധപ്രാണനായ മനുഷ്യനുണ്ടായതെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ ഈ 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ 2 പ്രാവശ്യം മുറിവ് എന്ന വാക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. 30-ാമത്തെ വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നു വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ചു. അപ്പോൾ അവിടെ മുറിവ് എന്ന് പറയുന്ന വാക്കുണ്ട്. വീണ്ടും ഇതേ വാക്ക് തന്നെ 34-ാമത്തെ വാക്യത്തിൽ എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി. അപ്പോൾ 2 പ്രാവശ്യം മുറിവ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളത്തിലും അങ്ങനെ തന്നെയാണ്, ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ നമുക്കറിയാം വേദപുസ്തകം എഴുതിയത് മലയാളത്തിലുമല്ല, ഇംഗ്ലീഷിലുമല്ല, ഹിന്ദിയിലുമല്ല, നമുക്ക് പരിചയമില്ലാത്ത യവന ഗ്രീക്ക് ഭാഷയിലാണ്. ഗ്രീക്ക് ഭാഷയിൽ, യവന ഭാഷയിൽ മുറിവ് 2 പ്രാവശ്യം മുറിവ് എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നുണ്ടെങ്കിലും 2 പ്രാവശ്യവും മുറിവ് എന്ന വാക്കിന് 2 വ്യത്യസ്തമായ ഗ്രീക്ക് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഈ കൊള്ളക്കാർ ഈ മനുഷ്യനെ ആക്രമിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്ലേഗ് എന്നുള്ള വാക്കാണ്. എന്ന് പറഞ്ഞാൽ മരണകാരണമായ ഒന്ന് എന്നർത്ഥമുള്ളൂ. എന്നാൽ നമുക്ക് പ്രധാനം 2-ാമത്തേതാണ്. 2-ാമത്തെ പ്രാവശ്യം ഈ നല്ല ശമരിയാക്കാരൻ മുറിവുകളെ കെട്ടുന്നു എന്നവിടെ പറയുന്നുണ്ട്, എണ്ണയും വീഞ്ഞും. അവിടെ മുറിവ് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ട്രോമ എന്നാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കി പറഞ്ഞാണോ? അല്ല. മലയാളത്തിൽ 2 പ്രാവശ്യവും മുറിവ് എന്നാണെങ്കിലും ആദ്യത്തെ പ്രാവശ്യം മരണകാരണമായ ഒരവസ്ഥ എന്ന നിലയിൽ നമുക്കതിനെ വിടാം. എന്നാൽ 2-ാമത്തെ പ്രാവശ്യം മുറിവ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അവിടെ വൂണ്ടെന്നാണ് ഇംഗ്ലീഷിൽ 2ഇടത്തും പറഞ്ഞിരിക്കുന്നതെങ്കിലും യവന ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ട്രോമ എന്നാണ്. എന്ന് പറഞ്ഞാൽ മാനസികമായ ആഘാതം എന്നാണ്. ഇവിടെയാണ് ശമരിയാക്കാരൻ വ്യത്യസ്തനാവുന്നത്. കേവലം റോഡിൽ കിടക്കുന്ന അർദ്ധപ്രാണനായ ഒരു മനുഷ്യന് പരിചരണം നൽകുക മാത്രമല്ല, ഈ മനുഷ്യൻ്റെ ശാരീരികമായ ആഘാതവും മാനസികമായ ആഘാതവും ഒരേ സമയത്ത് ഈ നല്ല ശമരിയാക്കാരൻ പരിചരിക്കുന്നുണ്ട്. 2 തരത്തിലുള്ള ശുശ്രൂഷകളാണ് ഈ ശമരിയാക്കാരൻ ചെയ്യുന്നത്. ഒന്ന്, ഓൺ ദ സ്പോട്ട് കെയർ. നമുക്കതിനെ വേണമെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം. പ്രാഥമികമായ ശുശ്രൂഷ. റോഡിൽ ഒരാൾ അപകടത്തിൽപ്പെട്ടു കിടക്കുന്നത് കണ്ടാൽ, റോഡിൽ ഒരാൾ വീണ് കിടക്കുന്നത് കണ്ടാൽ നമ്മൾ ചെയ്യേണ്ട ചില പ്രാഥമികമായ ശുശ്രൂഷകൾ, അതാണ് ഓൺ ദ സ്പോട്ട് കെയർ. ഇവിടെ ഈ നല്ല ശമരിയാക്കാരൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആദ്യം അവൻ്റെ മുറിവ് കെട്ടുകയാണ്. കാരണം ചോര വാർന്നൊലിക്കുന്നത്
പുള്ളി വല്ല മെയിൽ നേഴ്സ് ആയിരുന്നോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടെ. ഏതായാലും ആദ്യം ചെയ്യുന്നത് മുറിവ് കെട്ടി ചോര വാർന്നു പോകുന്നത് അവസാനിപ്പിക്കും. രണ്ടാമത് എണ്ണ പകരുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് അത് ഒരു വേദന കുറയാൻ, ഒരു കംഫർട്ടിന് വേണ്ടി കൊടുക്കുന്നതാണെന്ന് പറയും. 3, വീഞ്ഞ്. അത് ഒരു ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ്. അത് ഇത് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ, അണുബാധ ഉണ്ടാകാതിരിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്രയുമാണ് ശാരീരികമായി അദ്ദേഹം ചെയ്യുന്ന ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് കെയർ. എന്നാൽ ഈ നല്ല ശമരിയാക്കാരൻ ഓൺ ദ സ്പോട്ട് കെയർ മാത്രമല്ല, ഓൺഗോയിങ് കെയറും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യേണ്ട ശുശ്രൂഷയുണ്ട്, പ്രാഥമികമായി നൽകേണ്ട കരുതലുണ്ട്, അതോടൊപ്പം തുടരേണ്ട ശുശ്രൂഷയുമുണ്ട്. എന്താണ് ഓൺഗോയിങ് കെയർ? ഈ റോഡിൽ കിടക്കുന്ന മനുഷ്യനെ മുറിവും വെച്ച് കെട്ടി എണ്ണയും പകർന്ന് വീഞ്ഞും പകർന്നിട്ട് പോവുകയല്ല, ഇദ്ദേഹത്തെ സത്രത്തിൽ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്തോത്തെ കൊണ്ടുപോകും? വണ്ടി വിളിക്കുകയല്ല, ആംബുലൻസ് വിളിക്കുകയല്ല, സ്വന്തം വണ്ടി തന്നെ ഉപയോഗിക്കുകയാണ്. ഇനിയും സത്രത്തിൽ ചെന്നതിന് ശേഷമോ അവിടെ പൈസ കൊടുക്കുന്നുണ്ട്. ഇനിയും അവിടെയും അവസാനിക്കുന്നില്ല. ആ രാത്രി ആരുടെ കൂടെ താമസിക്കുന്നു? ഈ അർത്ഥപ്രാണനായ മനുഷ്യൻ്റെ കൂടെ ഈ നല്ല ശമരിയാക്കാരൻ താമസിക്കുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പോകാൻ നേരത്ത് പറയുകയാണ്, അധികം എന്തെങ്കിലും ചിലവിട്ടാൽ ഞാൻ തന്നുകൊള്ളാം. അപ്പോൾ ഈ എണ്ണയും വീഞ്ഞുമൊക്കെ പകർന്നു എന്നും പുരട്ടി എന്നും ഒക്കെ പറയുമ്പോൾ അത് ട്രോമായിലാണ്, ഒപ്പമുണ്ടായി എന്നതാണ് നല്ല ശമരിയാക്കാരൻ്റെ പ്രത്യേകത. അല്ലാതെ എന്തെങ്കിലും നൽകിയിട്ട് പോകുന്നതല്ല. പലപ്പോഴും നമ്മുടെയൊക്കെ പള്ളികളിൽ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. പെട്ടെന്നൊരു വീട്ടിലൊരു മരണമുണ്ടായി, എല്ലാവരും ഓടിക്കൂടുന്നു, ഇടവകയായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ശരിക്കും ആ വീട്ടിലുള്ള ആൾക്ക് എപ്പോഴാണ് നമ്മുടെ സാന്നിധ്യം വേണ്ടത്? എല്ലാവരും പോയി കഴിയുമ്പോൾ. അടക്കം കഴിയുമ്പോൾ എന്തു ബാക്കി കാണും? ഈ കുറേ ദിവസത്തെ ട്രോമ കാണും. പലപ്പോഴും നമ്മൾ ഈ ശാരീരികമായ ആഘാതം മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന മാനസിക ആഘാതത്തെക്കുറിച്ച്, ട്രോമയെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന മനുഷ്യനാണ് നല്ല ശമരിയാക്കാരൻ. നമ്മളെപ്പോഴാണ് നല്ല ശമരിയാക്കാരാവുന്നത്? ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന് സംഭവിക്കുന്ന മാനസിക ആഘാതം. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി പെട്ടെന്ന് ജീവിതം അവസാനിപ്പിച്ചാൽ, ഒരു വീട്ടിലൊരു മിസ്കാരിയേജ് ഉണ്ടായാൽ, ഒരു ഡിവോഴ്സ് ഉണ്ടായാൽ, ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായാൽ, പലപ്പോഴും നമ്മൾ അവർക്ക് സംഭവിക്കുന്ന മാനസിക ആഘാതം മരുന്ന് പുരട്ടേണ്ടത്, എണ്ണ പകരേണ്ടത് ശരീരത്തിൽ മാത്രമല്ല, മനസ്സിന് സംഭവിച്ചിരിക്കുന്ന ആഘാതത്തിനും കൂടെയാണ്. അപ്പോഴാണ് നമ്മൾ നല്ല ശമരിയാക്കാരാവും. നമ്മളൊക്കെ നമ്മളെക്കുറിച്ച് പറയുന്നത് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് രോഗം വരുമ്പോൾ നമ്മൾ സഹായിക്കും, പ്രാർത്ഥിക്കും, മരണം വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഒരു വേദന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ട്രോമ, ഒരു പരാജയം, നാണക്കേട്, ദുരന്തങ്ങൾ, ഇത് ഒരു വ്യക്തിയിൽ എന്ത് മാനസിക ആഘാതം സൃഷ്ടിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അവിടെയാണ് ഈ ശമരിയാക്കാരൻ വ്യത്യസ്തനാവും. അപ്പോൾ ഈ വീണ് കിടക്കുന്ന മനുഷ്യൻ്റെ ട്രോമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. കാരണം അയാൾ വിവസ്ത്രനാണ്. ഹി വാസ് സ്ട്രിപ്ഡ് ആൻഡ് ഹി വാസ് അറ്റാക്ഡ് ആൻഡ് ലൈയിങ് ഹാഫ് ഡെഡ്. ഹി വാസ് ഇൻ എ കൺസ്ട്രിക്റ്റഡ് പോസ്ചർ. അട്ട ചുരുണ്ട് കിടക്കുന്നത് പോലെ അവൻ ചുരുണ്ട് കിടക്കുകയാണ്. ഒരു പക്ഷേ
ഇങ്ങനെ ഒരു ആക്രമണം നേരിട്ട് അനുഭവിച്ച മനുഷ്യൻ വീണ്ടും മറ്റൊരാൾ, ശമരിയാക്കാരനാണ്, അപരിചിതനാണ്, അയാൾ അടുത്തോട്ട് വരുമ്പോൾ വീണ്ടും ഇയാൾ ഒരു പക്ഷേ നിലവിളിച്ചിട്ടുണ്ടാവണം. എന്നാൽ ഇവിടെ നമ്മൾ ശമരിയാക്കാരനെ കുറിച്ച് കാണുമ്പോൾ ശമരിയാക്കാരനും ഒരു ട്രോമായുടെ ഇരയാണ്. അപ്പം നമ്മൾ വിചാരിക്കും ശമരിയാക്കാരൻ എന്ത് ട്രോമായ? ശമരിയാക്കാരൻ മറ്റുള്ളവരുടെ മുൻവിധിയുടെ ഇരയാണ്. അങ്ങനെ ചില ആളുകളുണ്ട്. അവരെ ആരും ശാരീരികമായി ആക്രമിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ മറ്റുള്ളവരുടെ മുൻവിധി, അത് ജാതിയുടെ പേരിലാവാം, നിറത്തിൻ്റെ പേരിലാവാം, ശരീരത്തിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ടാവാം, മുഖത്തിൻ്റെ ചില സോക്കോൾഡ് വൈരൂപ്യം കൊണ്ടാവാം, വണ്ണം കൊണ്ടാവാം, നീളമില്ലായ്മ കൊണ്ടാവാം. ഇതിൻ്റെ ഒക്കെ പേരിൽ എത്രയോ മനുഷ്യരാണ് ട്രോമായിലൂടെ കടന്നു പോകുന്നത്. ഒരാൾ എപ്പോഴാണ് നല്ല ശമരിയാക്കാരനാവുന്നത്? ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ മുറിവിൽ എണ്ണ പുരട്ടുമ്പോഴാണ്. ശാരീരികമായ ആഘാതങ്ങളെ ഒക്കെ നമ്മൾ ശുശ്രൂഷിക്കുന്നവരും പരിചരിക്കുന്നവരുമാണ്. വെറുതെ കാണുന്ന ഒരാളോട് ചോദിക്കും, എന്താ ഉണങ്ങി വരുന്നേ? വല്ലാതെ അങ്ങ് ഉരുണ്ടല്ലോ. നമ്മുടെ ആളുകളുടെ ഒരു വലിയ പ്രത്യേകത, ആദ്യം സംസാരിക്കുന്നത് ശരീരത്തിൽ. കഞ്ഞി കുടിച്ചോന്ന് ഒരുത്തരും ചോദിക്കൂല, ഉണങ്ങിയല്ലോ, ഉരുണ്ടല്ലോ. ഇപ്പം എന്നെ കാണുന്നവർ ചോദിക്കുന്നു, അച്ഛൻ എന്താ ഉണങ്ങി വരുന്നത്? ഇത് കേട്ടാത്തൊന്നും ഞാനങ്ങ് ലെബനോനിലെ ദേവദാരി പോലെ അങ്ങ് തഴച്ച് വളരുമായിരുന്നു. പണ്ടേ ഉണങ്ങിയതാണ്, ഇപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ. അപ്പം ഞാൻ പറയും, എനിക്കിപ്പോൾ ഡയബറ്റിക്കാണ്. സന്തോഷമായി. ഉണങ്ങിയതിന് എന്ത് കിട്ടി? ഞാൻ ഒരിക്കൽ, ഏത് സ്ഥലത്താണെന്ന് പറയില്ല, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു എക്യുമെനിക്കൽ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് ഒരു അങ്കിൾ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഭാര്യയ്ക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം. ഞാൻ ചോദിച്ചാൽ, ആൻറ്റി എന്തേ? വണ്ടിക്കകത്തിരിക്കുക. ഞാൻ പറഞ്ഞു, വിളിച്ചോണ്ട് വാ. വന്നപ്പോൾ പ്രത്യേകിച്ച് കണ്ടിട്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ സങ്കടമുള്ള ഒരാളായിട്ട് തോന്നിയില്ല. ഞാൻ ചോദിച്ചാൽ, എന്താ ആൻറ്റി പ്രശ്നം? അപ്പോൾ പറഞ്ഞു, അച്ഛാ ഇവളിപ്പോൾ പള്ളിയിൽ പോകത്തില്ല. ഞാൻ ചോദിച്ചാൽ, അതെന്താ? കാരണം തരക്കേടില്ലാത്ത ഒരു, നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ, ഈ ഇതിൻ്റെ നമ്മുടെ കൺവെൻഷൻ്റെ പുഷ്ടിയാണെന്നാണ് നിങ്ങൾ കൊയറുകാരെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അല്പം ക്ഷീണിക്കാത്ത അവസ്ഥയിലുള്ള ഒരാൾ, അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ള ഒരാൾ പെട്ടെന്ന് അങ്ങ് ക്ഷീണിച്ച അന്ന് മുതൽ സഹോദരിമാർ ക്ഷീണിച്ചത് അന്വേഷിച്ചു. എന്നും ചോദിക്കും, നീ ക്ഷീണിച്ചല്ലോ. ഇപ്പം ചിലർ പറയുന്നു ക്യാൻസർ ആയിരിക്കും, ചിലർ പറഞ്ഞു വേറെ അതിൽ കൂടിയത് എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ ഓരോ ഞായറാഴ്ചയും പള്ളിയിൽ ചെല്ലുമ്പോൾ ഓരോ രോഗമാണ് പറയുന്നത്. അവസാനം വെല്ലൂര് വരെ പോയി എല്ലാ രോഗസാധ്യതകളും റൂൾ ഔട്ട് ചെയ്തു. എന്നിട്ടും ആ സഹോദരിയെ പള്ളിയിൽ പോകാൻ സമ്മതിക്കില്ല. എന്ന് ചെന്നാലും ഒരു 10 പേര് വന്ന്, എന്താ ഉണങ്ങിയേ? ഇങ്ങനെയുള്ള നമ്മളതിനെ ഭയങ്കര സ്നേഹമെന്നും കരുതലെന്നും ഒക്കെ അപ്പുറം. എന്തിനാണ് ഒരു മനുഷ്യൻ്റെ ശരീരം നിങ്ങളുടെ പ്രശ്നമാകുന്നത്? ഒരാൾക്ക് വണ്ണം വയ്ക്കുകയോ ഒരാൾക്ക് ക്ഷീണിക്കുകയോ? ശരീരമെന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ തമാശ ആയിരിക്കും, ചിലപ്പോൾ അന്വേഷണമായിരിക്കും. ഇതൊക്കെ ഒരു വ്യക്തിയിലുണ്ടാക്കുന്ന ട്രോമ ഭയങ്കരമാണ്. വേറെ എന്തെല്ലാം ചോദിക്കാൻ? ഉക്രൈനിലെ കാര്യം ചോദിക്കരുത്. അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ വരുന്നു, പഞ്ചാബിലെ കാലാവസ്ഥ, അതിർത്തിയിലെ യുദ്ധം, പുരുഷു എങ്ങനുണ്ട്, കുമ്പിടി സുഖമായിരിക്കുന്നു, എന്തൊക്കെ ചോദിക്കാൻ? എന്തിനാണ് ഒരാളുടെ ശരീരം നിങ്ങളിങ്ങനെ നിരന്തരം അന്വേഷണത്തിലൂടെ അയാളിൽ ട്രോമ സൃഷ്ടിക്കുന്നത്? ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. എന്തുമാത്രം ട്രോമയാണ്, മാനസിക ആഘാതമാണ് നമ്മൾ മനുഷ്യനിൽ ഉണ്ടാക്കുന്നത്. ശരീരത്തിൻ്റെ മുറിവുകളൊക്കെ നമ്മൾ എണ്ണയും വീഞ്ഞും ഒക്കെ പകർന്ന് സുഖമാക്കും. ഒരാൾ വണ്ണം വെച്ചിരിക്കുന്നെങ്കിൽ വണ്ണം വയ്ക്കട്ടെ, ഒരാൾ ക്ഷീണിക്കുന്നെങ്കിൽ ക്ഷീണിക്കട്ടെ. ദിവസം 4 പ്രാവശ്യം ഉണങ്ങിയല്ലോ എന്ന് എന്തിനാണ് ചോദിക്കുന്നത്?
ശമരിയാക്കാരനും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ട്രോമായുടെ വിക്റ്റിമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ട്രോമായുടെ കാരണം അദ്ദേഹം ഒരു വിജാതീയനാണ്, അസ്പർശ്യനാണ്, തൊട്ടുകൂടാത്തവനാണ്, അയിത്തമുള്ളവനാണ്. അങ്ങനെ തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ഇരയാണ് ഈ ശമരിയാക്കാരൻ. അദ്ദേഹത്തിനു വേണമെങ്കിൽ സ്വന്തം മുറിവുകളെ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ, അതിന് നമുക്ക് പറയാം ട്രാൻസ്ഫറിങ് യുവർ ഹേർട്ട്. എന്നാൽ മുറിവുകളെ മരുന്നുകളാക്കുന്ന മനുഷ്യനായിട്ടാണ് നമ്മൾ ശമരിയാക്കാരനെ കാണുന്നത്. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പലതരത്തിലുള്ള ട്രോമയുണ്ട്. ഒരുപക്ഷെ വളരെ പെട്ടെന്ന് ക്ഷീണിച്ചു പോയതുകൊണ്ടോ, വളരെ പെട്ടെന്ന് രോഗിയായി പോയതുകൊണ്ടോ, വളരെ പെട്ടെന്ന് വീട്ടിൽ സാമ്പത്തികമായ തകർച്ച ഉണ്ടായതുകൊണ്ടോ, മക്കളുടെ കുടുംബജീവിതം വളരെ പെട്ടെന്ന് താറുമാറായതുകൊണ്ടോ, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില നാണക്കേടുകൾ സംഭവിച്ചതുകൊണ്ടോ ഒക്കെ വലിയ ട്രോമയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട്. നിങ്ങളുടെ ട്രോമ, നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകളെ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മരുന്നായും ഉപയോഗിക്കാം. ഇതിൻ്റെ ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ ഇവിടെ ഒരു മനുഷ്യനെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ പറഞ്ഞ എ ജൂയിഷ് മാൻ, അതൊരു യഹൂദനായിരുന്നുവെന്ന് അവിടെ കൃത്യമായി പറയുന്നത്. ശമരിയാക്കാരന് വേണമെങ്കിൽ ഈ റോഡരികിൽ അർത്ഥപ്രാണനായി, നഗ്നനായി, കൺസ്ട്രിക്റ്റഡായി കിടക്കുന്ന ഈ മനുഷ്യനെ നോക്കിയിട്ട് പറയാം, എന്നെയൊക്കെ തൊട്ടുകൂടാത്ത ആളാണല്ലോ, എന്നെയൊക്കെ തീണ്ടിക്കൂടാത്ത ആളാണല്ലോ. വേണമെങ്കിൽ ഈ മനസ്സിലെ മുറിവ് വെച്ച് വീണ്ടും ഈ മരണാസന്നനായി കിടക്കുന്ന മനുഷ്യനെ മുറിവേൽപ്പിക്കാം. നമ്മുടെ മുൻപിൽ രണ്ട് സാധ്യതയുണ്ട്. നമ്മുടെ ട്രോമയെ, നമ്മുടെ മനസ്സിൻ്റെ മുറിവിനെ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാനും നമുക്ക് ഉപയോഗിക്കാം. അതേ മുറിവിനെ മറ്റുള്ളവരുടെ മുറിവ് സുഖപ്പെടുത്തുന്ന മരുന്നായും ഉപയോഗിക്കാം. പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞങ്ങൾ കഷ്ടതയിലായത് നിങ്ങൾക്ക് നന്നായി. അതുകൊണ്ട് ആരാണ് നല്ല ശമരിയാക്കാരൻ? ശരീരത്തിലുണ്ടായ ആഘാതം മനസ്സിനും ഉണ്ടായി എന്നറിഞ്ഞ് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ശുശ്രൂഷ ആവശ്യമുണ്ട് എന്നറിയുന്നയാളാണ് നല്ല ശമരിയാക്കാരൻ. അല്ലെങ്കിൽ സ്വന്തം ആന്തരിക മുറിവുകളെ മറ്റുള്ളവരുടെ മുറിവുകൾ സുഖമാക്കാനുള്ള മരുന്നാക്കുന്നവനാണ് നല്ല ശമരിയാക്കാരൻ. അപ്പോൾ നമ്മൾ ഒന്നാമത് ചിന്തിച്ചത് ട്രോമ, മാനസിക ആഘാതം. അതിൻ്റെ കണ്ണിലൂടെയാണ് നമ്മൾ ആരാണ് നല്ല ശമരിയാക്കാരൻ എന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചത്. വേഗത്തിൽ രണ്ടാമത്തെ ആശയം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. രണ്ടാമത്തെ ആശയം, ഇന്നിപ്പോൾ നമ്മൾ റോഡിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റായി, മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പോലീസിൻ്റെ പെട്രോളിംഗ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വഴിയിലങ്ങനെ കള്ളന്മാർ ആക്രമിക്കുന്ന കാലമൊക്കെ പോയി. പണ്ടൊക്കെ നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട്. മാവോയിസ്റ്റുകളുണ്ട്, പിടിച്ചുപറിക്കാരുണ്ട്, അങ്ങനെ പലരെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഹൈവേകളിലെ പിടിച്ചുപറിക്കാരെക്കുറിച്ചുണ്ട്. പിന്നെ ചില വഴിയോടെ പോയാൽ യക്ഷി പിടിക്കും. ഇപ്പോൾ യക്ഷിയൊക്കെ സോഷ്യൽ മീഡിയയില്ല, പാലേന്നിറങ്ങി. അതുകൊണ്ട് രണ്ടാമത്തെ ശമരിയാക്കാരൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ സാമരിറ്റനാണ്. ഇന്ന് മനുഷ്യൻ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നത് സൈബർ ഇടങ്ങളിലാണ്. അത് ഫേസ്ബുക്ക് ആവാം, വാട്സാപ്പ് ആവാം, പലരുടെയും കവറിടമായി സൈബർ ഇടങ്ങൾ മാറുകയാണ്. ഡിജിറ്റൽ ഹൈവേ ആണ്. വേണമെങ്കിൽ നമുക്ക് റോഡ് ടു ജെറീക്കോ, യെരുശലേമിൽ നിന്ന് എരീഹോവിലേക്കുള്ള വഴിയെ ഇന്നത്തെ കാലത്തിൽ പറഞ്ഞാൽ അത് ഡിജിറ്റൽ ഹൈവേ ആണ്. അവിടെ പലരും പതിയിരിപ്പുണ്ട്. ഈ കള്ളന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കള്ളന്മാർ നേരത്തെ വിളിച്ചറിയിച്ചൊന്നുമല്ല വരുന്നത്. ഇത്രാം തീയതി ഇത്ര മണിക്ക് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അടിച്ചു മാറ്റാൻ വരുന്നുണ്ടെന്ന് പറയൂ. കള്ളൻ വരുമ്പോൾ
മാസ്ക് വെച്ചാ വരുന്നത്. കാരണം ആരാണെന്ന് തിരിച്ചറിയരുത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലും സൈബർ ഇടങ്ങളിലുമൊക്കെ ഇത്തരം കള്ളന്മാരാണ് വ്യാജ പേരുകളിലും വ്യാജ പ്രൊഫൈലുകളും ഉപയോഗിച്ച് ഡിജിറ്റൽ ഹൈവേകളിൽ മനുഷ്യനെ സ്ട്രിപ്പ് ചെയ്യുന്ന, മനുഷ്യന് മാനസിക മുറിവുകൾ സമ്മാനിക്കുന്ന, മനുഷ്യനെ മാനസികമായി തകർക്കുന്ന ധാരാളം കൊള്ളക്കാരുണ്ട്. അതുകൊണ്ട് റോഡ് ടു ജെറിക്കോ എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഡിജിറ്റൽ ഹൈവേ ആണ് എന്ന് പറയാം. അപ്പം നിങ്ങൾ വിചാരിക്കും ശരിയായ വിമർശനങ്ങൾ പാടില്ലേ? തീർച്ചയായും ശരിയായ വിമർശനങ്ങൾക്ക് പ്രസക്തിയുണ്ട്. പേരുണ്ടാവണം, അഡ്രസ്സ് ഉണ്ടാവണം, എഴുതുന്ന എഴുത്തിന് അപ്പനും അമ്മയും ഉണ്ടായിരിക്കണം. എഴുതുമ്പോൾ അത് എന്തായിരിക്കണം? സത്യമായിരിക്കണം. തെറ്റിദ്ധരിപ്പിക്കുന്നതൊന്നും ഉണ്ടാവരുത്. എത്ര പേരാണ് മൂടുപടമിട്ട ഫേക്ക് ഐഡൻറ്റിറ്റി ഉള്ള മനുഷ്യരുടെ ആക്രമണത്തിൽ ഡിജിറ്റൽ ഹൈവേയിൽ അർത്ഥപ്രാണരായി വീണുപോകുന്നത്. അതുകൊണ്ട് ഡിജിറ്റൽ ഇടങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ മുറിവേറ്റു വീഴുന്ന മനുഷ്യരുടെ നല്ല ശമരിയാക്കാരനാവാൻ നമുക്ക് സാധിക്കുമോ? കഴിഞ്ഞ വർഷത്തെ നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൽ സൺഡേ സ്കൂൾ മീറ്റിങ്ങിന് നമ്മുടെ അച്ഛന്മാരെല്ലാവരും കൂടെ ചേർന്നൊരു ഒരു ഡാൻസൊക്കെ കളിച്ചു. ഈ കഴിഞ്ഞിടയ്ക്കും അതെനിക്കൊരാൾ അയച്ചു തന്നു. അപ്പോൾ എന്നിട്ട് എന്നോട് ചോദിച്ചു, ഈ അച്ഛന്മാരൊക്കെ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്? അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഈ തിരുവനന്തപുരം കൊല്ലം ഇതിൻ്റെ ബാനറൊക്കെ ഉണ്ട്. അപ്പോൾ ബാനർ പുറകിലുണ്ട്, അച്ഛന്മാർ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നു. അപ്പോൾ ഇതെന്തായി? അപ്പോൾ എനിക്ക് അയച്ചു തന്ന ആ സഹോദരൻ ചോദിക്കുന്നത്, ഇതൊക്കെയാണോ ഇപ്പോൾ കൺവെൻഷൻ? വചനം പഠിപ്പിക്കുന്നില്ലേ? വചനം പറയുന്നില്ലേ? സത്യത്തിൽ അവിടെ എന്താ നടന്നേ? അതൊരു സൺഡേ സ്കൂളിൻ്റെ മീറ്റിങ്ങാണ്. പുറകിൽ ബാനറുണ്ട് എന്ന ഒറ്റ കാരണമേ ഉള്ളൂ. പിറകിൽ ബാനറുണ്ട് എന്നതുകൊണ്ട് നടന്നത് കൺവെൻഷൻ തന്നെയാണെന്ന് എന്താ ഉറപ്പ്? എത്ര പേരെയാണ് ഡിജിറ്റൽ ഹൈവേയിൽ നമ്മൾ അരിഞ്ഞു വീഴ്ത്തുന്നത്? സത്യവുമായി എന്തെങ്കിലും ബന്ധം ഇതിനുണ്ടോ? ആർക്കും സത്യം അറിയണ്ട, എടുത്തങ്ങ് ഓടുകയാണ്. ഷെയറോട് ഷെയറാ. സുക്കർബർഗിന് പ്രത്യേക നന്ദി, ഇത് 5 എണ്ണത്തിൽ കുറച്ചതുകൊണ്ട്. കിട്ടുന്നതെല്ലാം ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ചിലപ്പോൾ നമ്മൾ ഈ പ്രസംഗത്തിന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മൊബൈൽ പൊക്കും. മൊബൈൽ പൊക്കുമ്പോൾ കടാര പൊക്കുന്ന പോലെയാണ് എനിക്ക്. ഇത് ആരുടെ നെഞ്ചത്ത് കുത്തിയിറക്കാനാണെന്നറിയില്ല. അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ പാലയിലിരുന്നായിരുന്നു ഷൂട്ടിങ്. മൊബൈൽ എന്ന് പറയുന്നത് ആരുടെയും നെഞ്ചത്ത് കുത്തിയിറക്കാനുള്ള കഠാരയല്ല. വിരോധമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം, അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ മുഖത്തോട് മുഖം സംസാരിക്കണം. വ്യാജമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്. ഇത് അച്ഛന്മാരെ കുറിച്ച് പറഞ്ഞത് മാത്രമല്ല, രാഷ്ട്രീയക്കാരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ. അടുത്തിടയ്ക്ക് ഒരു അച്ഛൻ ഡാൻസ് ചെയ്തെന്നും പറഞ്ഞൊരു സാധനം അറിയും. ഇനി ഞാനോടൊന്ന് ഡാൻസ് കളിച്ചാലോ എന്ന് ആലോചിക്കുക, എനിക്ക് വൈറലാവണം. ഒരു ഫാമിലി കൾച്ചറൽ ഈവൻ്റാണ്. അവിടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയിട്ടുണ്ട് ഫാമിലിയ. എല്ലാവരും കൂടെ ഇരുന്ന് കുടുംബമായി അവരുടെ ഒരു സർഗസന്ധ്യയാണ്. അവിടെ ആട്ടമുണ്ട്, പാട്ടുണ്ട്, എല്ലാവരും കുടുംബമായി വന്ന് ഡാൻസ് ചെയ്തു. അച്ഛനും വന്നു. ആ കൂട്ടത്തിൽ ഏതോ ഒരു കർത്തൃദാസൻ ഇങ്ങനെ മൊബൈൽ പിടിക്കുമ്പോൾ ഇത് സർപ്പം ഫണം വിടർത്തുന്നത് പോലെയാ. വിഷം തുപ്പാനുള്ള ഒരുക്കമാണ്. ഒരു മനുഷ്യനോട് മനസമാധാനത്തെ വർത്താനം പറയാനോ ചിരിക്ക എല്ലാം ക്യാമറയിൽ ഒപ്പുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ താലന്താണ് ഈ ടെക്നോളജി. ഇതാരുടെയും നെഞ്ചത്ത് കുത്തിയിറക്കാനുള്ള കഠാരയല്ല.
ഇതെപ്പോഴാണ് മനസ്സിലാവുന്നറിയാമോ? അവനവന് വരണം. അവനവന് വരുന്നതുവരെ വല്ലവൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പോൾ കാണാൻ വലിയ ചേല, സ്വന്തം തള്ളയ്ക്ക് വരണം. സൈബർ ഇടങ്ങൾ കബറിടങ്ങളാവുകയാണ്. ഇവിടെ നമ്മൾ ഈ അർത്ഥപ്രാണനായ മനുഷ്യൻ ഒരു ഡിജിറ്റൽ ഹൈവേ ആയി നമ്മളതിനെ സങ്കല്പിച്ചാൽ, മുഖമില്ലാത്ത ഫേക്ക് പ്രൊഫൈലുള്ള ഫേക്ക് ഐഡൻറ്റിറ്റിയിൽ ആരൊക്കെയോ ഈ മനുഷ്യനെ അരിഞ്ഞു വീഴ്ത്തുകയാണ്. നമ്മുടെ ഒരു തമാശ എത്ര പേരെ മുറിവേൽപ്പിക്കുമെന്നറിയാമോ? ഡിജിറ്റൽ മീഡിയയുടെ പ്രത്യേകത, ഒരിക്കൽ നമ്മളൊരു വ്യാജ വാർത്ത ഇട്ടാൽ അതവിടെ കിടക്കും. ഇവിടെയാണ് 3 ഫ്രണ്ട്സ്, ഫേസ്ബുക്ക് ഫ്രണ്ട്സ്. പുരോഹിതനും ഫ്രണ്ടാണ്, ലേവ്യനും ഫ്രണ്ടാണ്. മനസ്സിലായോ? നമ്മുടെ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിൻ്റെ പ്രതീകമാണ് പുരോഹിതനും ലേവ്യനും. പുരോഹിതനെ മാത്രം പറഞ്ഞ് നിങ്ങളങ്ങനെ സന്തോഷിക്കേണ്ട, അതിൻ്റെ താരമുണ്ട്. കർത്താവ് അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും രണ്ടുപേരെയും കൂടെ ഒരുമിച്ച്. ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? ഇദ്ദേഹം ഇങ്ങനെ സൈബർ ഇടങ്ങളിൽ ഡിജിറ്റൽ ഹൈവേയിൽ ആക്രമിക്കപ്പെടുന്നത് കണ്ടു, എന്നിട്ട് കാണാതെ പോയി. പല ഫേസ്ബുക്ക് ഫ്രണ്ട്സും ഇതുപോലെ ഫ്രണ്ടാന്നുള്ളതേ ഉള്ളൂ. മുറിവേറ്റ് വീഴുമ്പോൾ, സ്ട്രിപ്പ് ചെയ്യപ്പെടുമ്പോൾ, കൺസ്ട്രിക്റ്റഡ് ആവുമ്പോൾ, മാനസിക ആഘാതം സംഭവിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ ഈ നമ്മുടെ പഞ്ചായത്തിലേക്കൊക്കെയുള്ള ഇലക്ഷൻ വരികയല്ലേ, ഏതെല്ലാം തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഇനി ഗ്രാമപഞ്ചായത്തിലോട്ടും ബ്ലോക്കിലോട്ടും ജില്ലോട്ടും. എതിർ സ്ഥാനാർത്ഥിയെ, ഇഷ്ടമില്ലാത്തവനെ അരിഞ്ഞു വീഴ്ത്താൻ കടാര പോലെ ഉപയോഗിക്കുന്ന മൊബൈൽ കഠാരയാവുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഡിജിറ്റൽ സമരിറ്റൻസ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം, ഇങ്ങനെ സൈബർ ഇടങ്ങളിൽ കബറടക്കപ്പെടുന്ന ധാരാളം മനുഷ്യർ നമ്മുടെ ഇടവകയിലുണ്ട്. അവരെ ഒന്ന് വിളിച്ചിട്ട്, സ്നേഹിത ഞാനുണ്ട് കൂടെ. അവരുടെ മുറിവിൽ ഒരല്പം എണ്ണ പകരാൻ പറ്റുമോ? അവരുടെ ട്രോമയിൽ അല്പം വീഞ്ഞു പകരാൻ പറ്റുമോ? മാനസികമായി വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് തകർന്നു വീഴുന്ന എത്ര എത്ര മനുഷ്യരാണ്. അതുകൊണ്ട് ഡിജിറ്റൽ ശമരിയാക്കാരനാവാൻ നമുക്ക് സാധിക്കുമോ? വളരെ ടോക്സിക്കായ ഒരു ഡിജിറ്റൽ എൻവയോൺമെൻറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ നല്ല ഡിജിറ്റൽ ശമരിയാക്കാരനാവാൻ നമുക്ക് സാധിക്കുമോ? ഒരാൾ ഒരു നല്ല കാര്യം കണ്ടാൽ, സഹോദര അസുഖമായിരിക്കുന്നു, നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന, വേദനിച്ചിരിക്കുന്ന, മുറിവേറ്റ, അർത്ഥപ്രാണരായി കിടക്കുന്ന മനുഷ്യരുടെ മുറിവിൽ എണ്ണ പകറ്റാൻ ഒരു വാട്സാപ്പ് മെസ്സേജ്, ഒരു വീഡിയോ കോൾ, അതിൻ്റെ പേരാണ് എണ്ണയും വീഞ്ഞും. അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ നല്ല ശമരിയാക്കാരൻ്റെ ഉപമയുടെ പ്രസക്തി എന്താണ്? അല്ലാതെ പണ്ട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അച്ഛൻ എനിക്ക് തന്ന സമയം അടുത്ത വർഷവും വിളിക്കണമെങ്കിൽ സമയത്ത് നിർത്തണമല്ലോ. വെറുതെ പറഞ്ഞ വിളിക്കാനും രണ്ട് കാര്യങ്ങളാണ്. നല്ല ശമരിയാക്കാരൻ്റെ ഉപമയെ 2 ലെൻസിലൂടെ, 2 പേഴ്സ്പെക്റ്റീവിലൂടെ വിശദീകരിക്കാനാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എത്രയോ വർഷങ്ങളായി പ്രസംഗം കേൾക്കുന്നതാണ്. അതുകൊണ്ട് അതെല്ലാം ഞാൻ ആവർത്തിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. 2 കാഴ്ചപ്പാടുകൾ, 2 ലെൻസ്, 2 പേഴ്സ്പെക്റ്റീവ് നല്ല ശമരിയാക്കാരനെ കുറിച്ച് പറയാനാണ് ശ്രമിച്ചത്. ഒന്ന്, ട്രോമ സമരിറ്റൻ, ട്രോമ ശമരിയാക്കാരൻ. നല്ല ശമരിയാക്കാരൻ്റെ ഈ ഉപമയിൽ, ഈ കഥയിൽ മുറിവുകൾ എന്നതിന് 2 വ്യത്യസ്തമായ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
കൊള്ളക്കാർ ഉണ്ടാക്കിയ മുറിവ് അത് മുറിവ്, ശാരീരികമായ മുറിവ്. എന്നാൽ ശമരിയാക്കാരൻ എണ്ണയും വീഞ്ഞും പുരട്ടുന്നു എന്ന് പറയുന്ന സ്ഥലത്തെ മുറിവിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ട്രോമ അല്ലെങ്കിൽ ട്രൗമ എന്നാണ്. ശാരീരിക ആഘാതം നമ്മളൊക്കെ ശ്രദ്ധിക്കും, കാരണം അതൊക്കെ കാണാം. എന്നാൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചില നിർദോഷമായ കാര്യങ്ങൾ ഒരു മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ആഘാതം, മാനസികമായിരിക്കുന്ന ആഘാതം. നമ്മളെപ്പോഴാണ് നല്ല ശമരിയാക്കാരാവുന്നത്? ശരീരത്തിൽ എണ്ണയും ശരീരത്തിലെ മുറിവിൽ വീഞ്ഞും പുരട്ടുമ്പോൾ മാത്രമല്ല, ഒരു വ്യക്തിയുടെ മനസ്സിന് എന്തൊക്കെ ആഘാതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, എൻ്റെ അയൽപ്പക്കത്തുള്ള എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, ഇവരുടെയൊക്കെ ട്രോമ എന്താണ്? ഏതെങ്കിലും ഒരു കാലത്തെ വേദനയെക്കുറിച്ചുള്ള ഓർമ്മ ഇപ്പോഴും അവരെ വേദനിപ്പിക്കുന്നുണ്ടോ? ശാന്തമായി നമുക്ക് പരിശോധിക്കാം. എൻ്റെ കർത്താവേ, പലരുടെയും മാനസിക ആഘാതത്തെ ഞാൻ ഒട്ടും ഗൗരവമായി എടുത്തില്ലല്ലോ. ഞാൻ എപ്പോഴും ശരീരത്തിൻ്റെ ആഘാതത്തെക്കുറിച്ച് മാത്രമാണല്ലോ വ്യാകുലപ്പെട്ടിട്ടുള്ളത്. ഒരപ്പച്ചൻ അല്ലെങ്കിൽ ഒരു അമ്മച്ചി പെട്ടെന്ന് വയ്യാതാവുമ്പോൾ, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരപ്പച്ചൻ അല്ലെങ്കിൽ അമ്മച്ചി പെട്ടെന്ന് കിടപ്പിലാകുമ്പോൾ നമ്മൾ ആശുപത്രി കൊണ്ടുപോകും. പക്ഷേ സ്വന്തം കാര്യം ചെയ്യാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരപ്പൻ്റെയും അമ്മയുടെയും ട്രോമ നമ്മൾ അഡ്രസ്സ് ചെയ്യാറുണ്ടോ? നല്ല ശമരിയാക്കാരൻ എണ്ണ പകർന്നതും വീഞ്ഞു പുരട്ടിയതും നഗ്നനായി, അർദ്ധപ്രാണനായി, അട്ട പോലെ കൺസ്ട്രിക്റ്റഡായി ചുരുണ്ടു കിടക്കുന്ന ആ മനുഷ്യൻ്റെ മാനസിക മുറിവിലാണ്. മാനസിക ആഘാതത്തിന് മരുന്ന് പുരട്ടുന്നവനാണ് നല്ല ശമരിയാക്കാരൻ. ഈ ശമരിയാക്കാരൻ തന്നെ ഇരയാണ്. ജാതിയുടെയും അസ്പർശ്യതയുടെയും പേരിൽ ഇരയാക്കപ്പെട്ട മനുഷ്യൻ. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ മുറിവ് മറ്റൊരാളെ മുറിവേൽപ്പിക്കുന്നതിനല്ല, സ്വന്തം മുറിവ് മറ്റുള്ളവരുടെ മുറിവുണക്കാനുള്ള മരുന്നാക്കി. നോട്ട് ട്രാൻസ്ഫറിങ് യുവർ ഹേർട്ട് ബട്ട് ട്രാൻസ്ഫോമിങ് യുവർ ഹേർട്ട്. നമ്മുടെ മുറിവിനെ മറ്റുള്ളവരെ മുറിപ്പെടുത്താനല്ല, അത് അവരുടെ മുറിവുണക്കുന്ന മരുന്നാക്കാം. രണ്ടാമത് നമ്മൾ കണ്ടത് യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്കുള്ള വഴി എന്നത് ഇന്നത്തെ ഒരു ഡിജിറ്റൽ ഹൈവേ ആണ്, സൈബർ ഇടങ്ങളാണ്. മുഖമില്ലാത്ത, വ്യാജ പ്രൊഫൈലുള്ള, ഫേക്ക് ഐഡൻറ്റിറ്റിയിലുള്ള എത്ര പേരാണ് ഇന്ന് സൈബർ ഇടങ്ങളിൽ സാധാരണക്കാരായ മനുഷ്യരെ കബറടക്കുന്നത്. എൻ്റെ ഇടവകയിൽ, എൻ്റെ ഭദ്രാസനത്തിൽ എത്ര പേർ സൈബർ ഇടങ്ങളിൽ കബറടക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കള്ളന്മാരാൽ അർത്ഥപ്രാണരായി കിടക്കുന്ന മനുഷ്യർക്ക് നല്ല ശമരിയാക്കാരനാവാൻ പറ്റുമോ? വ്യാജ വാർത്തകൾ ഷെയർ ചെയ്യുന്നതിലല്ല, സത്യസന്ധമല്ലാത്ത വാർത്തകൾ പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോൾ നമ്മളും സൈബർ ഇടങ്ങളിൽ കബറിടങ്ങൾ തീർക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു സൈബർ സ്പിരിച്വാലിറ്റി ഉണ്ടാവണം, ഒരു ഡിജിറ്റൽ സ്പിരിച്വാലിറ്റി ഉണ്ടാവണം. എന്താണ്? വ്യാജ വാർത്ത കൊണ്ടോ അസത്യമായത് പറഞ്ഞോ എൻ്റെ ഒരു ഫോർവേഡ് കൊണ്ടോ ഒരാൾ പോലും സൈബർ ഇടങ്ങളിൽ അർത്ഥപ്രാണരായി പോകരുത്. ഒരിക്കൽ അർത്ഥപ്രാണരായി ചുരുണ്ടു കിടക്കുന്ന എത്രയോ മനുഷ്യർ ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ തന്നെ കാണും. അവരുടെ മുറിവിന് ആഴം കൂട്ടുന്നവരായിട്ടല്ല, അവരുടെ മുറിവിൽ എണ്ണയും വീഞ്ഞും പകരുന്ന നല്ല ശമരിയാക്കാർ. നമ്മുടെ മൊബൈൽ എന്ന് പറയുന്നത് മറ്റുള്ളവനെ പിച്ചി ചീന്താനുള്ള കഠാരയല്ല. റെക്കോർഡ് ചെയ്യാനായി മൊബൈൽ ഉയർത്തുമ്പോൾ സർപ്പം ഫണം വിടർത്തുന്നത് പോലെയാണോ എന്ന് ഗൗരവമായി ചിന്തിക്കണം. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഡിജിറ്റൽ ഹൈവേകളിൽ തകർന്നു വീഴുന്ന, മുറിവേറ്റ് വീഴുന്ന, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ എലക്ഷൻ നടക്കുന്ന ഒരു കാലത്താണ്
നമുക്കിഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥി ആവട്ടെ, നമ്മുടെ എതിർ പാർട്ടിയിലുള്ള സ്ഥാനാർത്ഥി ആവട്ടെ, ഒരാളെയും സൈബറിടങ്ങളിൽ കബറടക്കുന്നതിന് ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആരായി മാറുകയാണ്? നല്ല ശമരിയാക്കാരാണ്. അതുകൊണ്ട് ട്രോമ സമരിട്ടൻ, ഡിജിറ്റൽ സമരിട്ടൻ. കർത്താവേ, എനിക്കുമുണ്ട് പലതരത്തിലുള്ള മുറിവുകൾ. എൻ്റെ മുറിവുകൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതിനല്ല, മറിച്ച് എൻ്റെ മുറിവുകൾ മറ്റുള്ളവരുടെ മുറിവുണക്കുന്ന മരുന്നാക്കി തീർക്കാനുള്ള കൃപ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോഴാണ് നമ്മൾ നല്ല ശമരിയാക്കാരായി മാറുന്നത്.